ഉള്ളത് യുകെയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. വിൻഡർമെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പുഷ്ടമാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഇത് ഒരു പ്രകൃതി, അതായത് വിൻഡർമെയറിൻ്റെ പ്രകൃതിയിലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ്. ഒരു ട്രെയിൻ ജേണിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിൻഡർമെയറിൽ നിന്ന് ഒരു ട്രെയിൻ ജേണി, ഒരു ലേക്ക് സൈഡിലൂടെ ഒരു ട്രെയിൻ ജേണി, അതിലൂടെ പ്രകൃതിയുടെ മനോഹാരിതയൊക്കെ ഒന്ന് ആസ്വദിക്കുക, അതൊന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം. ഇപ്പോൾ ട്രെയിൻ ജേണിക്കായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഹാവർത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ലേക്ക് സൈഡ് ആൻഡ് ഹാവർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതാണിത്. ഇവിടെ ഒരു റെയിൽവേ എൻജിൻ്റെയൊക്കെ മോഡൽ വെച്ചത് കാണാം. അതിമനോഹര സ്ഥലമാണ്, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് വിൻഡർമെയർ. ഫുള്ളായിട്ട് പച്ച പുതച്ച മലനിരകളും അതിലൊക്കെ കന്നുകാലി കൃഷിയും അതുപോലെ ഭംഗിയുള്ള വീടുകളും ഒക്കെയാണ് നമുക്ക് വരുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ കുറേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട് സഞ്ചാരികൾക്കായിട്ടുള്ള. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് നോക്കുക. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്, തണുപ്പുണ്ടെങ്കിലും വെയിലുള്ളതുകൊണ്ടൊരു സുഖം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. എന്ത് ഭംഗിയാണ് കാണാൻ നോക്കുക. നമ്മുടെ ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഏകദേശം ഇതേ മോഡലിലൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. ഒരു സൂനിയർ ഷോപ്പൊക്കെ ഉണ്ട്. പഴയ കാലത്തെ പെട്ടികളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ശരിക്കും എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെ ഉണ്ട്. കാരണം തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഹാവർത്ത് സ്റ്റേഷൻ 95 feet above sea level. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ഈ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നോക്കുക ഇനി എങ്ങനെയായിരിക്കും ട്രെയിനിലെ യാത്രയും കാഴ്ചകളും എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. എന്തായാലും ഒരു 30 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പഴയ കൽക്കരി എൻജിൻ, കൽക്കരി അവിടെ ഇങ്ങനെ ഒരു ചാമ്പറിൽ കൽക്കരി ഇട്ടിരിക്കുന്നത് കാണാം. അത് കത്തിച്ചിട്ടാണ്, നീരാവിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മൾ ഊട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് സെയിം ട്രെയിന്. അടിപൊളിയായിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കുക, കാട്ടിലുള്ള പൂക്കളും എല്ലാം കൂടി ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ലുക്കാണ് കാണാൻ. ഇതേ ലുക്ക് തന്നെയാണ് നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ളത്. അങ്ങനെ ഈ വിൻഡർമെയർ സ്റ്റേറ്റിൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളക്കാരുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടിയൊക്കെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടിയൊക്കെ ഒരു പോഷായിട്ടാണ് തോന്നുന്നത്. കൽക്കരി ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് കൽക്കരി എന്ന് പറയുന്ന സാധനം. ഇത് കത്തിച്ചാണ് പരമാവധി ആ എൻജിൻ സ്പീഡെടുത്ത് മുന്നോട്ട് പോകുന്നത്. ആവി എൻജിൻ്റെ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ട്രെയിന് വരുന്നുണ്ട്. ആണ് നല്ല കൽക്കരി എൻജിൻ. നല്ല വൃത്തിയിലാണ് എൻജിനൊക്കെ. നല്ല വൃത്തിയിലാണ് എൻജിനൊക്കെ. എൻജിനും കോച്ചുകളും ഒക്കെ നല്ല വൃത്തിയിലാണ്. വലിയൊരു ട്രെയിൻ തന്നെയാണ്. കുറേ ബോഗികളുണ്ട്. കുറേ ഒട്ടനവധി ഇന്ത്യക്കാരും ഉണ്ട് അതിൽ സഞ്ചാരികളായിട്ട്. നമ്മുടെ റിസർവേഷനുള്ള ബോഗി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ ഇതിൻ്റെ എൻജിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം.
ഹാൻഡിക്യാപ്ഡ് ഡിസേബിൾഡ് ആയ ഒരാളെ ഇറക്കുന്നത് കാണാം. എൻജിൻ കണക്ഷൻ എടുത്തു വേറെ സ്ഥലത്തേക്ക് പോവാണ്. എൻജിനകത്തേക്ക് ഇനി വെള്ളം നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സ്റ്റീം ഉണ്ടാക്കണമെങ്കിൽ വെള്ളത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കൽക്കരിയൊക്കെ ഇട്ട് കൂടുതൽ കത്തിച്ച് എൻജിൻ നല്ല പവറിൽ പോവും. അന്നത്തെ ആ ഒരു പണി ഇപ്പോഴും ഇത്രയും ഇവിടെ പുരോഗമിച്ചിട്ട് പോലും ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഈ രീതിയിൽ നിലനിർത്തിക്കുകയാണ് അവർ ഈ ഒരു സ്റ്റീം എഞ്ചിന്. അല്ലാതെ ഇത് മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കാൻ അവർക്ക് കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞ് എന്തെല്ലാം മാൻ പവർ വേണം എന്നുള്ളത് നോക്കുക. അതിന് ഇന്നാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നേരെ ഇലക്ട്രിക്കിൽ കണക്ട് ചെയ്യുന്നു വിടുന്നു. അങ്ങനെ ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം വരെ ഈ ഒരു ട്രെയിനിലുണ്ട്. അത്രയും എക്യുപ്ഡാണ് ഈ ഒരു ട്രെയിന്. അങ്ങനെ ട്രെയിനിലേക്ക് കയറുകയാണ്. പഴയ മോഡൽ ട്രെയിനാണ്. അന്നത്തെ കാലഘട്ടത്തിലുള്ള മരത്തിൻ്റെ സീറ്റിങ്ങുകളൊക്കെ ഉള്ള ട്രെയിന്. അത് റോയലായിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാം. ഈ ട്രെയിനിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഫുള്ളായിട്ട് മരത്തിൽ ഉണ്ടാക്കിയ ട്രെയിനിനെ എല്ലാവർക്കും നല്ല അടിപൊളി കുഷനുള്ള സീറ്റാണ്. റിസർവേഷൻ അനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ മുൻകൂട്ടി റിസർവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ബോഗിയിലും കയറി നോക്കി. വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ ബോഗിയും ഒരുപോലെ തന്നെയാണ്. പഴമയ്ക്കാണ്, പഴയ സ്റ്റൈലിനാണ് ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. മെഴുകുതിരിയായിട്ട് പോവാ.
അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എൻഡിലേക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ലേക്ക് സൈഡുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ട്രെയിനിൽ കയറി നമ്മൾ അടിച്ച് പൊളിച്ച് നല്ലൊരു യാത്രയായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. അത് അങ്ങനെ നമ്മൾ ഈ ലേക്ക് സൈഡിലെത്തി. ഇത് ഫുള്ളായിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് ഈ ലേക്ക് സൈഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം കോടികൾ വിലയുള്ള ബോട്ടുകളൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. എൻജിൻ്റെ പ്രവർത്തനമാണ് ഈ കാണുന്നത്. ഇവിടെ കൽക്കരി ഇട്ട് കൊടുക്കുന്ന ഭാഗമാണ്. അവിടെ കൽക്കരി ഇട്ട് കത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നീരാവി വരുന്നത്. അതുപോലെ തന്നെ ഈ എൻജിൻ പ്രവർത്തിക്കുന്നത്. എൻജിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ്. എൻജിൻ കൊണ്ടുപോയിട്ട് പുറകിലിടും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടിയുള്ള പോക്കാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം. ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ്. സാധാരണ 90% മഴ ലഭിക്കുന്നൊരു സ്ഥലമാണിത്. നമ്മൾ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഫുള്ളായിട്ട് വെയിലാണ്. അതുകൊണ്ട് ഇതൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും ചെയ്യുക. രസമുള്ള സ്ഥലമാണ്. എന്തായാലും ഏതോ ഒരു സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ട്. അങ്ങനെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലേക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലേക്ക് ഏറ്റവും വലിയ, ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ ലേക്കാണ്. ആ ലേക്കിലാണ് നമ്മളൊരു ബോട്ടിംഗ് ഒന്ന് ചെയ്യാൻ പോകുന്നത്. മരമൊക്കെ നോക്കുക. അപ്പോൾ നമ്മളിന്ന് ലേക്ക് വഴി ലേക്കിലൊരു ബോട്ട് ക്രൂയിസ് നടത്തുന്നുണ്ട്. അത് ക്രൂയിസും കൂടി കടത്തിയതിന് ശേഷം നമ്മളിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പോകും. മാഞ്ചസ്റ്ററിൽ ആണ് നമ്മുടെ ഈ ഒരു UK എയർലൈൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. നാളെ ഉച്ചയോടുകൂടി നമുക്ക് ഫ്ലൈറ്റ് പിടിച്ച് ദുബായിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നോക്കുക. കാരണം ഇതൊരു ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. അതുപോലെ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പോൾ UK പല ഭാഗത്തും ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.